എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലേക്ക് സ്നേഹവന്ദനം. മഹാമാരികളെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. എബോള അല്ലെങ്കിൽ കൊറോണ വൈറസ് പോലെയുള്ള മഹാമാരികൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇത് അന്ത്യകാല ലക്ഷണങ്ങൾ ആണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ജനങ്ങൾ പ്രേരിതരാകുന്നു. ബൈബിളിൽ പ്രത്യേകാൽ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുവാനായി തൻ്റെ ജനത്തിനു മേലും ശത്രുക്കളുടെ മേലും മഹാമാരികൾ അയച്ച സന്ദർഭങ്ങൾ ഉണ്ട്. ഫറവോൻ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കേണ്ടതിന് ദൈവം മിസ്രൈമിൽ ബാധകളെ അയച്ചു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ബാധിക്കാതെ സൂക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് ബാധകളുടെ മേലും മഹാമാരികളുടെ മേലും സർവാധികാരമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അനുസരണക്കേടിൻ്റെ പരിണത ഫലമായി ദൈവം ബാധകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ താക്കീത് നൽകിയിട്ടുണ്ട്. 2 സന്ദർഭങ്ങളിൽ അനുസരണക്കേടിൻ്റെ ഫലമായി ദൈവം 14,700 പേരെ, മറ്റൊരിടത്ത് 24,000 പേരെ നശിപ്പിച്ചു കളഞ്ഞു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 49-ാം വചനത്തിലും 25-ാം അധ്യായം 9-ാം വചനത്തിലും ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശയിലൂടെ ന്യായപ്രമാണം നൽകിയതിനു ശേഷം ദൈവം ജനത്തോട് ഇത് അവർ അനുസരിച്ചില്ലെങ്കിൽ എബോള പോലുള്ള മഹാരോഗങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൽപ്പിച്ചു. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും എന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായം 22-ാം വചനത്തിൽ കാണുന്നു. ദൈവം ബാധിച്ച 1-2 സന്ദർഭങ്ങളാണ് ഇത്. ഇത്രയും സ്നേഹവാനും കരുണാമയനുമായ ദൈവം തൻ്റെ ജനത്തിനു നേരെ ഇത്രയും കഠിനമായി കോപിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നതിലും അപ്പുറമാണ്. ജനം മാനസാന്തരവും വീണ്ടെടുപ്പും പ്രാപിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം ശിക്ഷിക്കുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-14 വചനത്തിൽ ദൈവം ശലോമോനോട് ഇപ്രകാരം പറഞ്ഞു: മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവം തൻ്റെ ജനത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും അവരിൽ മാനസാന്തരം ഉളവാക്കി സ്വർഗീയ അപ്പൻ്റെ അടുക്കലേക്ക് വരുന്ന മക്കൾ എന്ന പോലെ ജനം തൻ്റെ അടുക്കലേക്ക് വരുവാൻ ഒരു ആഗ്രഹമുണ്ടാക്കുവാനുമായി ദൈവം ഈ ബാധകളും മഹാമാരികളും ഉപയോഗിച്ചു. പുതിയ നിയമത്തിൽ യേശു താൻ സന്ദർശിച്ച സ്ഥലങ്ങളിൽ എല്ലാം സകല രോഗങ്ങളും ബാധകളും സൗഖ്യമാക്കി. ഇസ്രായേൽ ജനത്തിന് തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുവാനായി ദൈവം ബാധകളും രോഗങ്ങളും ഉപയോഗിച്ചതുപോലെ തന്നെ യേശു ഈ ശക്തി പ്രദർശിപ്പിക്കുന്നതിലൂടെ താൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കുവാനായി ജനങ്ങളെ സൗഖ്യമാക്കി. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ശുശ്രൂഷകളെ തെളിയിക്കുവാനായി ഇതേ ശക്തി നൽകി. ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രോഗങ്ങൾ നൽകുന്നത്. എന്നാൽ ചില രോഗങ്ങൾ, മഹാമാരികൾ ഈ തെറ്റിപ്പോയ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ പരിണത ഫലങ്ങളാണ്. ഒരു മഹാമാരി ഉണ്ടാകുന്നത് ഒരു ആത്മീയ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തെളിയിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് എല്ലാറ്റിനുമേൽ സർവാധികാരമുണ്ട്. കൂടാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അന്ത്യകാലത്തിൻ്റെ ഭാഗമായ മഹാമാരികളുടെ ഒരു മുന്നോടി മാത്രമാണ് എബോള, കൊറോണ വൈറസ് പോലെയുള്ള രോഗങ്ങൾ. അന്ത്യകാല സംഭവങ്ങളെപ്പറ്റി യേശു ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 11-ാം വചനത്തിൽ പറയുന്നുണ്ട്. വെളിപ്പാട് 11-ാം അധ്യായത്തിൽ കാണുന്ന 2 സാക്ഷികൾക്ക് സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പറയുന്നു: വെളിപ്പാടിൻ്റെ പുസ്തകം 16-ൽ 7 ദൂതന്മാർ 7 ബാധകൾ അവസാന ന്യായവിധിക്കായി നൽകുന്നത് കാണുവാൻ കഴിയും. മഹാമാരികളെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് പറയുവാൻ കഴിയുകയില്ല. വീണുപോയ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ പരിണത ഫലവും ആകാം. യേശുവിൻ്റെ 2ാം വരവിൻ്റെ സമയം ആർക്കും അറിയാത്തത് കൊണ്ട് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ മഹാമാരികളെന്ന് ആരും പറയരുത്.
യേശുവിനെ രക്ഷകനായി അറിയാത്തവർക്ക് ഈ രോഗങ്ങൾ തങ്ങളുടെ ജീവിതം വളരെ നേർത്തതെന്നും അത് എപ്പോൾ വേണമെങ്കിലും തീരാമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഈ മഹാമാരികൾ എത്രമാത്രം ദുരിതമാണോ അതിലും അധികം ദുരിതമാണ് നരകം. ഒരു ക്രിസ്ത്യാനിക്ക് യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം രക്ഷയുടെ ഉറപ്പും നിത്യതയുണ്ടെന്നുമുള്ള പ്രതീക്ഷയുമുണ്ട്. ഒരു ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള മഹാമാരികളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഒന്നാമതായി, ഭയപ്പെടരുത്. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഭയപ്പെടരുത് എന്ന് ഏകദേശം 300 പ്രാവശ്യം ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി, ബുദ്ധിയുള്ളവരായിരിക്കുക. രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുകയും നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കുകയും അവർക്ക് കരുതുകയും ചെയ്യുക. മൂന്നാമതായി, ശുശ്രൂഷ ചെയ്യുവാൻ അവസരങ്ങൾ കണ്ടുപിടിക്കുക. ജനം ഭയപ്പെട്ടിരിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള സന്ദേശം കേൾക്കുവാൻ അവർ തയ്യാറായിരിക്കും. ധൈര്യത്തോടും ദയയോടും കൂടി സുവിശേഷം പങ്കുവയ്ക്കുകയും സ്നേഹത്തിൽ സത്യം സംസാരിക്കുകയും ചെയ്യാം. പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്ത് നാം ഒന്നിലും വീഴ്ന്നു പോകാതെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിലനിൽക്കാം. ഇതിനു വേണ്ടി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.